മക്കളെ, നിങ്ങൾ മഹാഭാരത കഥ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ധർമ്മപുത്രരും ദുര്യോധനനും തമ്മിലുള്ള പകയുടെയും കുരുക്ഷേത്രമെന്ന മഹായുദ്ധത്തിൻ്റെയും കഥകൾ. പാണ്ഡവരെപ്പറ്റിയും കൗരവരെപ്പറ്റിയും നിങ്ങൾക്കറിയാം. ഭീഷ്മരും ദ്രോണരും കർണനും അർജുനനുമെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ആ മഹായുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുണ്ടായിരുന്ന, ആരും അധികം പറയാത്ത ഒരു വീരന്റെ കഥയുണ്ട്. വ്യാസൻ എഴുതിയ മഹാഭാരതത്തിൽ ഈ പേര് നിങ്ങൾ കാണില്ല. പക്ഷേ പുരാണങ്ങളുടെ താളുകളിലും നാടോടി കഥകളുടെ ഈണങ്ങളിലും ഈ ധീരന്റെ കഥ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഘടോൽക്കജന്റെ വീരപുത്രനായ ഭീമസേനന്റെ കൊച്ചുമകനായ ബർബീരകന്റെ കഥയാണ്. അവന്റെ അസാമാന്യമായ ശക്തിയുടെയും അതിലും വലിയ ത്യാഗത്തിൻ്റെയും കഥ. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ഹസ്തിനാപുരിയുടെ സിംഹാസനത്തിനു വേണ്ടി ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ പരസ്പരം പോരടിക്കാൻ തയ്യാറെടുക്കുന്നു. ധർമ്മം ആരുടെ പക്ഷത്താണെന്ന് ലോകം ഉറ്റുനോക്കുന്ന സമയം. ആ യുദ്ധത്തിൻ്റെ തിരക്കഥയിൽ ഇല്ലാത്ത, എന്നാൽ അതിൻ്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ശക്തി കുരുക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ആ ശക്തിയായിരുന്നു ബർബീരകൻ. ബർബീരകന്റെ സിരകളിൽ ഓടുന്നത് രാജരക്തം മാത്രമല്ല, അസുരരക്തം കൂടിയായിരുന്നു. അവന്റെ അച്ഛൻ സാക്ഷാൽ ഭീമസേനന്റെയും രാക്ഷസിയായ ഹിഡിംബിയുടെയും മകനായ ഘടോൽക്കജനായിരുന്നു. ഘടോൽക്കജൻ വിവാഹം കഴിച്ചത് നാഗകന്യകയോ ദൈത്യ രാജകുമാരിയോ ആയ മറുവി എന്ന അഹിലാവതിയെയാണ്. അങ്ങനെ പാണ്ഡവരുടെ കുലത്തിൽ പിറന്നവനാണെങ്കിലും അവന്റെ പാരമ്പര്യം അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. മനുഷ്യന്റെയും രാക്ഷസന്റെയും നാഗത്തിൻ്റെയും ശക്തികൾ അവനിൽ ഒത്തുചേർന്നു. ഈ സവിശേഷമായ പാരമ്പര്യമാണ് അവന് മറ്റാർക്കും ഇല്ലാത്ത ഏതാണ്ട് അമാനുഷികമായ കഴിവുകൾ നൽകിയത്. ഹസ്തിനാപുരിയിലെ രാജകുമാരന്മാർ ആയുധവിദ്യ അഭ്യസിപ്പിച്ചപ്പോൾ ബർബീരകൻ വളർന്നത് കാടിൻ്റെ മടിത്തട്ടിലായിരുന്നു. അവൻ്റെ ആദ്യത്തെ ഗുരു അവൻ്റെ അമ്മയായ മൗർവി തന്നെയായിരുന്നു. അവൾ അവനെ യുദ്ധമുറകൾ പഠിപ്പിച്ചു. ഒപ്പം നീതിയുടെയും നിസ്വാർത്ഥതയുടെയും പാഠങ്ങളും പകർന്നു നൽകി. ബർബീരകന്റെ ഈ ജീവിതകഥയ്ക്ക് പിന്നിൽ അവന്റെ ജനനത്തിനും മുൻപുള്ള മറ്റൊരു കഥയുണ്ട്. പണ്ടൊരിക്കൽ ഭൂമിയിൽ അധർമ്മം പെരുകിയപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും പരാതി പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു താൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് അധർമ്മികളെ ഇല്ലാതാക്കുമെന്ന് അവർക്ക് വാക്ക് നൽകി. ഇത് കേട്ട് അവിടെയുണ്ടായിരുന്ന ഒരു യക്ഷൻ അഹങ്കാരത്തോട് പറഞ്ഞു, അതിനായി ഭഗവാൻ അവതരിക്കേണ്ട ആവശ്യമില്ല. ഭൂമിയിലെ എല്ലാ ദുഷ്ടശക്തികളെയും നശിപ്പിക്കാൻ ഞാൻ ഒരുവൻ മതി. ഈ അഹങ്കാരം കേട്ട് കോപാകുലനായ ബ്രഹ്മാവ് ആ യക്ഷനെ ശപിച്ചു. എപ്പോൾ മഹാവിഷ്ണു ഭൂമിയിൽ അധർമ്മം ഇല്ലാതാക്കാൻ അവതരിക്കുന്നുവോ അതിനു മുൻപ് അദ്ദേഹം ആദ്യം നിന്നെയായിരിക്കും വധിക്കുക. ആ യക്ഷനാണ് പിന്നീട് ബർബീരകനായി പിറന്നത്. ആ ശാപമായിരുന്നു അവന്റെ വിധിയുടെ ഗതി നിർണയിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ബർബീരകൻ വലിയ ശിവഭക്തനായിരുന്നു. അവന്റെ കഠിനമായ തപസ്സിൽ സംപ്രീതനായ സാക്ഷാൽ പരമശിവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അവന് അത്ഭുത ശക്തിയുള്ള 3 അസ്ത്രങ്ങൾ വരമായി നൽകി. അതോടെ അവൻ തീൻ ബന്ധാരി അഥവാ 3 അസ്ത്രങ്ങളുള്ളവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അഗ്നിദേവൻ അവന് 3 ലോകങ്ങളിലും വിജയം നൽകുന്ന
ഒരു വില്ലും സമ്മാനിച്ചു. ആ അമ്പുകൾ സാധാരണ അമ്പുകളായിരുന്നില്ല. അവയ്ക്ക് സ്വന്തമായി ചിന്തിക്കാനും അതേപോലെ തന്നെ ലക്ഷ്യം കണ്ടെത്താനും കഴിവുണ്ടായിരുന്നു. അവയുടെ ശക്തി കേട്ടാൽ നിങ്ങൾ അതിശയിച്ചു പോകും. അവയുടെ പ്രവർത്തനം കേവലം ഒരു യോദ്ധാവിൻ്റെ കഴിവിനെയോ മന്ത്രങ്ങളെയോ ആശ്രയിച്ചായിരുന്നില്ല. അതൊരു സമ്പൂർണവും സ്വയം പ്രവർത്തിക്കുന്നതുമായ ഒരു സംഹാര സംവിധാനം പോലെയായിരുന്നു. സ്നേഹമോ ദയയോ സങ്കീർണമായ ധാർമ്മിക ചിന്തകളോ മനസ്സിലാക്കാൻ ആ അസ്ത്രങ്ങൾക്ക് കഴിവില്ലായിരുന്നു. അവയ്ക്ക് ശരിയും തെറ്റുമല്ല അടയാളപ്പെടുത്തുക, രക്ഷിക്കുക, നശിപ്പിക്കുക എന്ന കണിശമായ യുക്തി മാത്രം. ഈ സവിശേഷതയാണ് ബർബീരകന്റെ ശക്തിയെ അർജുനന്റെയോ കർണന്റെയോ ശക്തിയിൽ നിന്ന് ഭയാനകമാം വിധം വ്യത്യസ്തമാക്കിയത്. അവന്റെ കയ്യിലുള്ള ഒന്നാം അസ്ത്രം ലക്ഷ്യം കുറിക്കുക എന്ന ശക്തിയാണ് ഉള്ളത്. അത് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തിനേയും ഈ അസ്ത്രം അടയാളപ്പെടുത്തുന്നു. ലക്ഷ്യം എവിടെ ഒളിച്ചാലും ഈ അസ്ത്രം കണ്ടെത്തും. രണ്ടാമത്തെ അസ്ത്രം, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് രക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അതായത് രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തിനേയും ഈ അസ്ത്രം അടയാളപ്പെടുത്തുന്നു. മൂന്നാമത്തെ അസ്ത്രത്തിന്റെ പ്രഹരത്തിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തെ അസ്ത്രത്തിന്റെ ശക്തിയാണ് സംഹാരം. ഒന്നാം അസ്ത്രം അടയാളപ്പെടുത്തിയതിനെ എല്ലാം പൂർണ്ണമായി നശിപ്പിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തുന്നു. കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ ആ വാർത്ത ബർബീരികന്റെ ചെവിയിലുമെത്തി. അവന്റെ അച്ഛനായ ഘടോൽക്കജൻ ഇതിനകം പാണ്ഡവരെ സഹായിക്കാനായി യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു ക്ഷത്രിയ വീരനെന്ന നിലയിൽ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് ബർബീരകനും തോന്നി. അവൻ അമ്മയായ മൗർവിയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങി. മകനെ യുദ്ധത്തിനയക്കുമ്പോൾ ആ അമ്മയുടെ നെഞ്ചു പിടഞ്ഞു. അവൾ അവനെ കൊണ്ട് ഒരു സത്യം ചെയ്യിച്ചു. മകനെ, നീ ആരുടെ പക്ഷത്ത് ചേർന്നാലും തോൽക്കുന്ന പക്ഷത്തിനു വേണ്ടി മാത്രമേ യുദ്ധം ചെയ്യാവൂ. ദുർബലരെ സംരക്ഷിക്കുക എന്ന വലിയൊരു ആശയമായിരുന്നു ആ വാക്കിനു പിന്നിൽ. തോൽക്കുന്നവരെ സഹായിക്കുക എന്നത് വളരെ നല്ല കാര്യമായി തോന്നാം. എന്നാൽ ബർബീരകന്റെ കാര്യത്തിൽ അതൊരു കെണിയായിരുന്നു. കാരണം അവന്റെ ശക്തി അപാരമായിരുന്നു. അവൻ തോൽക്കുന്ന പക്ഷത്ത് ചേരുന്ന നിമിഷം ആ പക്ഷം ഏറ്റവും ശക്തിയായി മാറും. അപ്പോൾ മറ്റേ പക്ഷം ദുർബലമാകും. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ അവൻ ആ പക്ഷത്തേക്ക് മാറേണ്ടി വരും. അങ്ങനെ ഇരുവശത്തേക്കും മാറി മാറി യുദ്ധം ചെയ്താൽ അവസാനം എന്ത് സംഭവിക്കും? ഇരു സൈന്യത്തിലെയും എല്ലാ യോദ്ധാക്കളും മരിച്ചു വീഴും. അവസാനം ബർബീരകൻ മാത്രം ശേഷിക്കും. അവന്റെ നല്ല മനസ്സോടെയുള്ള വാക്ക് ലോകം കണ്ട ഏറ്റവും വലിയ വിനാശത്തിന് കാരണമാവുകയായിരുന്നു. യഥാർത്ഥ ധർമ്മം എന്നത് നിയമങ്ങൾ അന്ധമായി പാലിക്കുന്നതല്ല, മറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിവേകത്തോടെ മനസ്സിലാക്കുന്നതാണ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ അനുഗ്രഹവും ഈ അപകടം പിടിച്ച വാക്കും നെഞ്ചിലേറ്റി തൻ്റെ നീല കുതിരപ്പുറത്ത് കയറി വില്ലും അമ്പുകളുമായി ബർബീരകൻ കുരുക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. കുരുക്ഷേത്രത്തിന് സമീപമെത്തിയ ബർബീരകൻ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ തേജസ്സുള്ള കണ്ണുകളോടുകൂടിയ ഒരു ബ്രാഹ്മണൻ അവന്റെ അടുത്തേക്ക് വന്നു. അത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ വേഷം മാറി വന്നതായിരുന്നു. ബർബീരകനെ കണ്ട ബ്രാഹ്മണൻ പരിഹാസത്തോടെ ചോദിച്ചു, ഈ 3 അമ്പുകളുമായിട്ടാണോ കുഞ്ഞെ നീ മഹായുദ്ധത്തിന് പോകുന്നത്? തന്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന
ഈ യുദ്ധം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ എൻ്റെ ഒരൊറ്റ അസ്ത്രം മാത്രം മതി. ഇത് കേട്ട കൃഷ്ണൻ അവന്റെ ശക്തി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്കിൽ നിന്റെ കഴിവൊന്ന് കാണട്ടെ. ഈ ആൽമരത്തിലെ എല്ലാ ഇലകളെയും ഒരൊറ്റ അസ്ത്രം കൊണ്ട് ഒരുമിച്ച് കോർക്കാമോ എന്ന് ചോദിച്ചു. ബർബീരകൻ വെല്ലുവിളി സ്വീകരിച്ചു. അവൻ കണ്ണുകളടച്ച് ധ്യാനിച്ച് അസ്ത്രം തൊടുക്കാൻ തയ്യാറെടുത്തപ്പോൾ കൃഷ്ണൻ തന്ത്രപൂർവം ഒരു ഇല പറിച്ച് ആരും കാണാതെ തന്റെ കാൽപാദത്തിനടിയിൽ ഒളിപ്പിച്ചു. ബർബീരകൻ അസ്ത്രമയച്ചു. അത് മരത്തിലെ ഓരോ ഇലയെയും തുളച്ച് മുന്നേറി. അവസാനം ബ്രാഹ്മണന്റെ കാൽപാദത്തിന് ചുറ്റും വട്ടമിട്ടു പറക്കാൻ തുടങ്ങി. ഇത് കണ്ട ബർബീരകൻ പറഞ്ഞു, ബ്രാഹ്മണ, അങ്ങയുടെ കാൽ മാറ്റുക, അല്ലെങ്കിൽ ഈ അസ്ത്രം അങ്ങയുടെ പാദത്തെ തുളച്ച് ആ ഇലയെയും അടയാളപ്പെടുത്തും. കൃഷ്ണൻ കാൽ മാറ്റിയപ്പോൾ അതിനടിയിൽ ഒളിപ്പിച്ച ഇലയെയും അസ്ത്രം തുളച്ചു. ബർബീരകന്റെ ശക്തി എത്ര ഭയാനകമാണെന്ന് കൃഷ്ണന് പൂർണ്ണമായി ബോധ്യമായി. പരീക്ഷണം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഗൗരവത്തോടെ ചോദിച്ചു, ബർബീരക, നീ ഏതു പക്ഷത്തെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്? പാണ്ഡവരുടെ സൈന്യം കൗരവരേക്കാൾ ചെറുതായതുകൊണ്ട് താൻ പാണ്ഡവരുടെ പക്ഷത്ത് ചേരുമെന്ന് ബർബീരകൻ മറുപടി നൽകിയപ്പോൾ കൃഷ്ണൻ അവന്റെ പ്രതിജ്ഞയുടെ അപകടം അവന് വിവരിച്ചു കൊടുത്തു. അവൻ പാണ്ഡവ പക്ഷത്ത് ചേർന്നാൽ അവർ ശക്തരാവുകയും കൗരവർ ദുർബലരാവുകയും ചെയ്യും. അപ്പോൾ വാക്കുപാലിക്കാൻ അവൻ കൗരവ പക്ഷത്തേക്ക് മാറേണ്ടി വരും. ഇങ്ങനെ തുടർന്നു പോയാൽ യുദ്ധത്തിന്റെ ലക്ഷ്യം തന്നെ ഇല്ലാതാകുമെന്നും അവസാനം സർവനാശമായിരിക്കും ഫലമെന്നും കൃഷ്ണൻ അവനെ ബോധ്യപ്പെടുത്തി. താൻ സംസാരിക്കുന്നത് ഒരു സാധാരണ ബ്രാഹ്മണനോടല്ലെന്ന് ബർബീരകന് മനസ്സിലായി. അവൻ ഭഗവാനോട് തന്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ അപേക്ഷിച്ചു. കൃഷ്ണൻ അവന് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ദിവ്യരൂപം കണ്ട ബർബീരകനെ എല്ലാം മനസ്സിലായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഏതൊരു മഹായുദ്ധത്തിനും മുൻപ് യുദ്ധഭൂമിയെ ശുദ്ധീകരിക്കാനായി ക്ഷത്രിയരിൽ ഏറ്റവും ധീരനായവന്റെ ശിരസ് ബലിയായി നൽകേണ്ടതുണ്ട്. എന്റെ ദൃഷ്ടിയിൽ ഇന്ന് ഇവിടെയുള്ള യോദ്ധാക്കളിൽ ഏറ്റവും വലിയ വീരൻ നീയാണ്. അതിനാൽ നിന്റെ ശിരസ് എനിക്ക് ദാനമായി നൽകുക. തന്റെ പൂർവജന്മത്തിലെ ശാപത്തെക്കുറിച്ചും തന്റെ വിധിയെക്കുറിച്ചും പൂർണ്ണമായി മനസ്സിലാക്കിയ ബർബീരകൻ ഒരു മടിയും കൂടാതെ സമ്മതിച്ചു. സ്വന്തം വാളെടുത്ത് ശിരസ്സറുത്ത് ഭഗവാന്റെ കാൽക്കൽ ഒരു ദാനമായി സമർപ്പിച്ചു. അതൊരു ദുരന്തമായിരുന്നില്ല, മറിച്ച് ഭക്തിയുടെയും ധർമ്മബോധത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ മഹാത്യാഗം. ശിരസ് ദാനം ചെയ്യുന്നതിന് മുൻപ് ബർബീരകൻ ഭഗവാനോട് തന്റെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഈ മഹായുദ്ധം മുഴുവനും കാണണം. ഭഗവാൻ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അദ്ദേഹം ബർബീരകന്റെ ജീവനുള്ള ശിരസ് കുരുക്ഷേത്ര യുദ്ധം മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു ഉയർന്ന പർവ്വതത്തിന് മുകളിൽ സ്ഥാപിച്ചു. 18 ദിവസം നീണ്ടുനിന്ന ആ ഘോരയുദ്ധത്തിന് ആ ശിരസ് നിശബ്ദ സാക്ഷിയായി. തന്റെ അച്ഛനായ ഘടോത്കചൻ വീരമൃത്യു വരിക്കുന്നത് അവൻ അവിടെ ഇരുന്ന് കണ്ടു. യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ വിജയിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. വിജയത്തിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നായിരുന്നു തർക്കം. അവരുടെ അഹങ്കാരം ശമിപ്പിക്കാനായി കൃഷ്ണൻ ഒരു നിർദ്ദേശം വെച്ചു. യുദ്ധം മുഴുവൻ കണ്ട ഒരേ ഒരു നിഷ്പക്ഷനായ സാക്ഷിയുണ്ട്, ബർബീരകൻ. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അവർ ആ ശിരസ്സിനെ സമീപിച്ച് ചോദിച്ചപ്പോൾ ബർബീരകൻ മറുപടി പറഞ്ഞു,
യുദ്ധഭൂമിയിൽ ഞാൻ ആരെയും കണ്ടില്ല. പാണ്ഡവരെയോ കൗരവരെയോ ഞാൻ കണ്ടില്ല. ധർമ്മത്തിനു വേണ്ടി പോരാടുന്നവരുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം നീക്കുന്ന ഭഗവാന്റെ സുദർശന ചക്രം മാത്രമാണ് ഞാൻ യുദ്ധഭൂമിയിൽ കണ്ടത്. മറ്റു ചില കഥകളിൽ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും സംഹാര രൂപമാണ് യുദ്ധം ചെയ്തതെന്നാണ് അവൻ പറഞ്ഞത്. ഏതായാലും യഥാർത്ഥ വിജയി ഭഗവാൻ തന്നെയാണെന്ന് പാണ്ഡവർക്ക് ബോധ്യമായി. ഈ ത്യാഗത്തിലൂടെ ബർബീരകൻ കേവലം ഒരു യോദ്ധാവിൽ നിന്ന് പരമമായ സത്യം ദർശിച്ച ജ്ഞാനിയായി മാറി. ബർബീരകന്റെ മഹത്തായ ത്യാഗത്തിലും ഭക്തിയിലും സംപ്രീതനായ കൃഷ്ണൻ അവന് ഒരു വലിയ വരം നൽകി. കലിയുഗത്തിൽ നീ എൻ്റെ സ്വന്തം പേരായ ശ്യാം എന്ന പേരിൽ ആരാധിക്കപ്പെടും. നിന്നെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ തോറ്റുപോയവരുടെ എല്ലാം ദുഃഖങ്ങൾ നീ അകറ്റും. നീ ഹാരേക്ക സഹാര, തോറ്റവരുടെ ആശ്രയം എന്ന് അറിയപ്പെടും. അങ്ങനെ ഏത് പ്രതിജ്ഞയാണോ ദ്വാപരയുഗത്തിൽ അവനെ ഒരു വിനാശകാരിയാക്കിയത്, അതേ പ്രതിജ്ഞയുടെ ശുദ്ധീകരിച്ച രൂപം കലിയുഗത്തിൽ അവനെ കാരുണ്യത്തിൻ്റെ ദൈവമാക്കി മാറ്റി. വർഷങ്ങൾക്കു ശേഷം രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലുള്ള ഘാട്ടു ഗ്രാമത്തിൽ രൂപ് സിംഗ് ചൗഹാൻ എന്ന രാജാവിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതനുസരിച്ച് നടത്തിയ തിരച്ചിലിൽ ബർബീരകന്റെ ശിരസ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. രാജാവ് അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം പണിയുകയും ആ ശിരസ് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഘാട്ടു ശ്യാംജി എന്ന പേരിൽ ബർബീരകനെ ആരാധിക്കാൻ അവിടെ എത്തുന്നു. ധർമ്മത്തിന് വേണ്ടി സ്വയം ബലിയർപ്പിച്ച ആ മഹാനായ യോദ്ധാവ് കലിയുഗത്തിൽ തോറ്റവരുടെ കണ്ണീരൊപ്പുന്ന ദൈവമായി ഇന്നും ജീവിക്കുന്നു.